ഹായ്, ഫിൽസീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ പൂവായിട്ടാണ്. മനോഹരമായ, കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറാണ്. ഇത് നമുക്ക് ഇപ്പം ഞാൻ റോസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പല കളറിലും ഇത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ഈ സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ രണ്ടറ്റവും ഒന്ന് നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഇത് 4 ആയിട്ട് മടക്കി എടുത്താൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. ഇതുപോലെയുള്ള പീസ് കിട്ടി. ഇത് നമുക്ക് ഒരു ചതുരാകൃതിയിലായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറേ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇത് 5 പീസാണ് ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഈ 5 പീസ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചെറിയ കമ്പി എടുക്കുക. കനം കുറഞ്ഞ കമ്പിയാണ് ഇത്. നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള സാധനത്തിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. നമുക്ക് വേണ്ട അളവ് എത്രയാണോ ആ അളവിൽ നമ്മളിതൊന്നിങ്ങനെ ചുറ്റി ഇങ്ങനെ ഒന്ന് പിരിച്ചെടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിൽ അത് മുറിച്ചെടുക്കാം. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കിതുപോലെയുള്ള കിട്ടും. ഞാൻ അതുപോലെ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ പൂവ് ഉണ്ടാക്കാനായിട്ട് 5 പെറ്റൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 4 ഉണ്ടാക്കി. ഇത് 5ാമത്തെ കൂടെ ഉണ്ടാക്കുവാണ്. 5 ആയി കഴിയുമ്പോൾ നമുക്കൊരു പൂവ് സെറ്റാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞു. ഇതുപോലെ 5 റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഇതിനൊരു നടുക്ക് വയ്ക്കാനൊരു മുട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ മുട്ടും കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പൂവുണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു മുട്ട ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു കമ്പി എടുത്തു. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ നടുക്കേക്ക് ഒന്ന് ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കും. വെറുതെ ഒന്ന് ചുരുട്ടിയാൽ മാത്രം മതി. ചുരുട്ടി കഴിയുമ്പോൾ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ശകലം ഫെവിക്കോളും കൂടെ നമുക്കതിൻ്റെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കമ്പി
അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മുട്ട് പോലെ ചുരുട്ടി എടുത്താൽ മതി. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്ക് കവർ ചെയ്യാം. ഒരു പീസ് വെച്ചപ്പോൾ കളറ് കുറവായതുകൊണ്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കാം. ഞാനൊന്ന് നൂലിട്ട് കെട്ടിയെടുക്കാം. അത് അങ്ങനെ കെട്ടിയെടുത്തു. ഇനി അതിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളൊന്ന് മുറിച്ച് കളയാം. ഇനി നമ്മൾ അതിൻ്റെ മുട്ട ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ പീസ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുട്ട ഇതിന് നടുക്ക് വെച്ചിട്ട് നമുക്ക് ഓരോ പെറ്റൽസും എടുത്ത് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന വേസ്റ്റായിട്ട് പോകുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഒക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക, ഒന്നും കളയണ്ട. എന്നിട്ട് ഇതുപോലെയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരിക്കലും അങ്ങനെ കേടാവുകയൊന്നുമില്ലല്ലോ. നമുക്ക് വീട്ടിൽ അലങ്കരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽസ് വെച്ചു. അപ്പോൾ അതിൻ്റെ അടുത്തതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് മുഴുവനും നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ പെറ്റൽസും ചേർത്ത് വെച്ചിങ്ങനെ അതിൻ്റെ മുട്ടയിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ചേർത്ത് വെച്ച് കെട്ടിയെടുത്തപ്പോൾ നല്ലൊരു പൂവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് വളച്ച് ഒന്ന് ഭംഗിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള വേറെ കളറിലുള്ളതും ഉണ്ടാക്കിയെടുത്തു. അതുപോലെ കുറച്ച് മുട്ടുകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊക്കെ ഇനിയൊന്ന് ഗ്രീൻ ടേപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമുക്കിങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ പൂക്കളെല്ലാം ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറച്ച് ഇലകളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ഇലകൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഇലയുടെ ഷേപ്പിൽ വെട്ടി ഇങ്ങനെ കമ്പിയിലേക്ക് ഫിറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്ലവർ വേസിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പൂക്കളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ളൊരു ചെറിയ ഫ്ലവർ വേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒയാസിസും കൊടുത്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഓരോ പൂക്കളും ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇലകൾ നമുക്കതോടൊപ്പം തന്നെ അതിന് ചേർത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ മനോഹരങ്ങളായ ഫ്ലവർ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.
ഇനി നമുക്ക് ഈ പൂക്കളെല്ലാം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൂക്കളും ഇലകളും എല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ വേസ്റ്റായിട്ട് പോകുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ മനോഹരമായ പൂക്കൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.